Hi dear students. Next topic ആണ് ഗാമ ഫംഗ്ഷൻ. ബീറ്റ ഫംഗ്ഷൻ കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് ഗാമ ഫംഗ്ഷൻ. ഗാമ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതാണ്: ഇഫ് n greater than 0, the definite integral integral 0 to infinity e raised to minus x raised to n minus 1 dx is called the gamma function and is denoted by ഗാമ ഓഫ് എൻ. ഇതിനെ പറയാം ഗാമ ഓഫ് എൻ എന്നാണ്. ദസ് ഗാമ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e raised to minus x raised to n minus 1 dx. അപ്പോൾ ഗാമ ഓഫ് എന്നിൻ്റെ ഡെഫിനിഷനാണ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി a raised to minus x into x raised to n minus 1 dx. Okay. Next, recurrence formula. For gamma function. Recurrence formula ആണ് കാണുന്നത്. By definition we have gamma of n is equal to, definition പ്രകാരം gamma of n എന്താ? integral 0 to infinity a raised to minus x raised to n minus 1 dx. ഇത് ഞാൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ മൈനസ് 1 ഞാൻ ആദ്യം എഴുതി, എന്നിട്ട് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് കൊടുത്തു. എന്നിട്ടിൽ നമ്മൾ എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് 1 നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനും എ റേസ് ടു എക്സ് എന്നത് സെക്കൻഡ് ഫംഗ്ഷനും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് മുമ്പേ ഇതെന്നതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റിന് ഞാൻ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി, ബീനെ ഞാൻ ടി ആക്കിയിട്ട് റീപ്ലേസ് ആണ്. അപ്പോൾ 0 ടു ടി എക്സ് റേസ് ടു എൻ മൈനസ് 1 എ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കാം. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. നിങ്ങൾ റീസണായിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ബൈ പാർട്സ് എഴുതുക. ടേക്കിംഗ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ആസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് എ റേസ് ടു മൈനസ് എക്സ് ഈസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. അത്രയും കാര്യങ്ങൾ ബ്രാക്കറ്റിൽ ഉണ്ടാവണം. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ മൈനസ് 1. നോക്കൂ, ഇൻ്റഗ്രൽ എ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്നാണ്. ഇൻ്റഗ്രൽ എ റേസ് ടു മൈനസ് എക്സ് എന്താ? എ റേസ് ടു മൈനസ് എക്സ് ബൈ എക്സ്, ബൈ മൈനസ് 1. ലിമിറ്റ് എന്നത് 0 ടു ടി മൈനസ്, നോക്കൂ, ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എൻ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 മൈനസ് 1 അറിയാം, അതായത് എൻ മൈനസ് എക്സ് റേസ് ടു എൻ മൈനസ് 2. ഓക്കെ.
അപ്പം ഇൻ്റഗ്രൽ 0 to t n-1 ഇൻറ്റു എക്സ് റേസ് ടു n-2. ഇനി എന്താ ഇൻ്റഗ്രൽ e റേസ് ടു മൈനസ് എക്സ് എന്നല്ലേ. അപ്പം e റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ e റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു ഡി എക്സ്. That is equal to limit t tends to infinity. വേണമെങ്കിൽ നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് ആക്കി എഴുതാം കേട്ടോ. ഇതിനും ലിമിറ്റ് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം. അതല്ലെങ്കിൽ ഇവിടെ നിന്നോട്ടെ. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ് റേസ് ടു n-1 എന്നുള്ളത് എന്തായി മാറും? ടി റേസ് ടു n-1 വരും. അപ്പോൾ ടി റേസ് ടു n-1. ഇനി ഇ റേസ് ടു മൈനസ് എക്സ് ഉള്ളത് ഇ റേസ് ടു മൈനസ് ടി എന്നാവും. ഡിവൈഡഡ് ബൈ ഒരു -1 ഉണ്ട്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് എക്സിന് നമ്മൾ 0 എന്നല്ല കൊടുക്കണ്ടേ. അപ്പോൾ അത് 0 മൊത്തത്തിൽ 0 ആയിട്ട് മാറും. അപ്പോൾ -0 മൈനസ് ഇവിടെ n-1 കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ -1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് പുറത്തെടുക്കുക. അപ്പോൾ ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ പ്ലസ് n-1 പുറത്തെടുക്കാം. പ്ലസ് n-1 ഇൻറ്റു ഇനി ഇൻ്റഗ്രൽ 0 to t എക്സ് റേസ് ടു n-2 e റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. ലിമിറ്റ് എല്ലാവർക്കും കൂടെ ഉണ്ടേ. നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ടി റേസ് ടു n-1. ഞാൻ ഈ ഇ റേസ് ടു മൈനസ് ടീനെ ഞാൻ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് ഇ റേസ് ടു ടി എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ പ്ലസ് n-1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് n-1 പുറത്തെടുക്കാം. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to t. ഇനി ഇ റേസ് ടു മൈനസ് എക്സിന് ഞാൻ ആദ്യം എഴുതി. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ബാക്കി എക്സ് റേസ് ടു n-2 എന്നുണ്ടാവും. എക്സ് റേസ് ടു n-2 ഡി എക്സ്. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ടി റേസ് ടു n-1 ഡിവൈഡഡ് ബൈ മൈനസ് ഇ റേസ് ടു ടി എന്നത് 0 ആണ്. അപ്പോൾ ഈ ലിമിറ്റ് എന്നത് 0 ആയതുകൊണ്ട് ഇത് 0 പ്ലസ് n-1 ഇൻറ്റു ഇതിപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ പോലെയാണ്. അപ്പോൾ ലിമിറ്റിനെ കളഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് റേസ് ടു n-2 ഡി എക്സ് എന്ന് വന്നു. ഓക്കെ, അതായത് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് n-1 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n-2 എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഗാമ ഓഫ് n. ഇപ്പോൾ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തത്? ഗാമ ഓഫ് n ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n-1 ഡി എക്സ് എന്നാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ളത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n-2 ഡി എക്സ് എന്നാണ്. ഇവിടെ n-1 ഡി എക്സ് വരുമ്പോൾ ഗാമ ഓഫ് n ആണ്. ഇവിടെ n-2 വരുമ്പോൾ ഇപ്പോൾ എന്താ വരിക? ഗാമ ഓഫ് n-1 എന്നല്ലേ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? n-1 ഇൻറ്റു ഗാമ ഓഫ് n-1 എഴുതാം. ഓക്കെ, സോ ഗാമ ഓഫ് n ഇസ് ഈക്വൽ ടു നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? n-1 ഇൻറ്റു ഗാമ ഓഫ് n-1 which is the recurrence formula for gamma function. Okay, very important ആണ് കേട്ടോ.
അടുത്തത് ഒരു കൊറോളറി ഉണ്ട്. കൊറോളറി 1. when n is positive integer, gamma of n is equal to n minus 1 factorial. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ അത് റെക്കറൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പ്രൂഫ് നോക്കുക. പ്രൂഫ് വി ഹാവ് റെക്കറൻസ് ഫോർമുല എന്തായിരുന്നു? ഗാമ ഓഫ് എൻ ഇസ് ഈക്വൽ ടു n minus 1 ഇൻറ്റു ഗാമ ഓഫ് n minus 1 അല്ലേ? ഗാമ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ n minus 1 ഇൻറ്റു ഗാമ ഓഫ് n minus 1 ആണ്. അപ്പം ഗാമ ഓഫ് n minus 1 എന്താ വരിക? എന്നിന് പകരം n minus 1 കൊടുക്കുക. അപ്പോൾ n minus 1 minus 1 ആണ്, അതായത് n minus 2 ഇൻറ്റു ഗാമ ഓഫ് n minus 2 വരും. അതായത് n minus 1 ഇൻറ്റു ഗാമ ഓഫ് n minus 1 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? n minus 2 ഇൻറ്റു ഗാമ ഓഫ് n minus 2. ഇനി വീണ്ടും ഗാമ ഓഫ് n minus 2 എന്താ? ഒന്ന് n ആകുമ്പോൾ ഇവിടെ n minus 1 എന്നല്ലേ വരുന്നത്. അതുപോലെ n minus 1 ആകുമ്പോൾ ഇവിടെ n minus 2 എന്നാണ് വരുന്നത്. അപ്പോൾ n minus 2 വരുമ്പോൾ എന്ത് വരുന്നു? n minus 3 ഇൻറ്റു ഗാമ ഓഫ് n minus 3 എന്ന് വരും. അത് വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n minus 1 ഇൻറ്റു n minus 2 ഇൻറ്റു n minus 3 ഇൻറ്റു ഗാമ ഓഫ് n minus 3. വീണ്ടും ഗാമ ഓഫ് n minus 3 നമുക്ക് എങ്ങനെ എഴുതാം? n minus 4 ഇൻറ്റു ഗാമ ഓഫ് n minus 4 എന്ന് എഴുതാം. അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇസ് ഈക്വൽ ടു n minus 1 ഇൻറ്റു n minus 2 ഇൻറ്റു n minus 3 ഇൻറ്റു എക്സെട്രാ 2 ഇൻറ്റു 1 ഇൻറ്റു ഗാമ ഓഫ് 1 എന്നാണ് വരിക അല്ലേ? ഇതെന്നത് ഗാമ ഓഫ് n ആണ്. ദിസ് ഈസ് നമ്പർ 1. ഇനി ഗാമ ഓഫ് 1 എന്താണെന്ന് അറിയണം. അപ്പോൾ ഗാമ ഓഫ് 1 എന്താ നോക്കൂ. ഗാമ ഓഫ് 1 ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് n ഇസ് ഈക്വൽ ടു പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് എക്സ് എക്സ് റേസ് ടു n മൈനസ് 1 എന്നാണ്. അപ്പോൾ എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 വരും. 1 മൈനസ് 1 dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് പറയുമ്പോൾ 1 അല്ലേ? ദാറ്റ് ഈസ് ഇൻറ്റു dx. ഇതെന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. അപ്പോൾ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു t e റേസ് ടു മൈനസ് എക്സ് dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ e റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 1. ലിമിറ്റ് എന്നത് 0 ടു t. ദാറ്റ് ഈസ് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് e റേസ് ടു മൈനസ് എക്സ് എന്നല്ലേ വരിക? 0 ടു t. അതായത് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി വേണമെങ്കിൽ മൈനസ് പുറത്തെടുക്കാം. അപ്പോൾ e റേസ് ടു മൈനസ് t മൈനസ് e റേസ് ടു മൈനസ് 0 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് t. ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടെ അത് പ്ലസ് ആയിട്ട് മാറും. പ്ലസ് e റേസ് ടു 0 ആണ്, 1 ആണ്. 1ൻ്റെ ലിമിറ്റ് 1 തന്നെയല്ലേ? ദാറ്റ് ഈസ് 1. ഇനി ഇതെന്നത് എന്താ? ഇതെന്നത് e റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. e റേസ് ടു മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ 0യാണ്. അപ്പോൾ 0 പ്ലസ് 1 ദാറ്റ് ഈസ് 1. അപ്പോൾ ഗാമ ഓഫ് 1 എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ 1ൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇക്വേഷൻ 1 എന്തായി മാറും? therefore ഇക്വേഷൻ 1 implies ഗാമ ഓഫ് n is equal to n minus 1 into n minus 2 into n minus 3 into etc 2 into 1. ഇത് 1 2 3 etc n minus 1 വരെയാണ്. ഇതെന്താ? n minus 1 ഫാക്ടോറിയലാണ്. കാരണം 1 2 3 etc n വരെയാണ് എന്ത്? n ഫാക്ടോറിയൽ.
1 2 3 എക്സെട്ര n മൈനസ് 1 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക n മൈനസ് 1 ഫാക്ടോറിയൽ. സോ ഗാമ ഓഫ് n ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, താങ്ക് യു.